ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സിൻ്റെ സപ്ലി എക്സാമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ പ്രകാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE വിഭാഗം 2022 അഡ്മിഷനും 2022 അഡ്മിഷൻ BA, BCom, BBA വിദ്യാർത്ഥികൾ 1-2 സെമസ്റ്ററുകളുടെ ഭാഗമായിട്ടുള്ള അവരുടെ ഓഡിറ്റ് കോഴ്സ് പരീക്ഷയും അതേപോലെ തന്നെ CBCSS 2019-2021 അഡ്മിഷന് BA, BCom, BBA വിദ്യാർത്ഥികളുടെ 1 മുതൽ 4 വരെയുള്ള ഓഡിറ്റ് കോഴ്സിൻ്റെ സപ്ലിമെൻ്ററി എക്സാമും 2024 ജനുവരി അവസാന വാരവും അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യ വാരമായിട്ട് ഓൺലൈനായിട്ടാണ് നടത്തുന്നത്. അപ്പോൾ 2022 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓഡിറ്റ് കോഴ്സ് എക്സാമാണ് ഈ വരുന്ന ജനുവരി ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഫെബ്രുവരി ഫസ്റ്റ് വീക്കിലായിട്ട്. അതുപോലെ തന്നെ 2019-21 അഡ്മിഷനിൽ 20 ഉണ്ടാവില്ല, 20 പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആയതുകൊണ്ട് അവർക്ക് ഈ ഓഡിറ്റ് കോഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ 19-21 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ ഓഡിറ്റ് കോഴ്സിൻ്റെ സപ്ലിമെൻ്ററി എക്സാമാണ് ഒരുമിച്ച് നടക്കുന്നത്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി SDE വിഭാഗം അതിൻ്റെ വെബ്സൈറ്റിൽ ബോർഡ് ഓഫ് സ്റ്റഡീസ് തയ്യാറാക്കിയിട്ടുള്ള MCQൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരീക്ഷ നടത്തുന്നത്. പിന്നെ ഫസ്റ്റ് സെമസ്റ്റർ എൻവിറോൺമെൻറ്റ് സ്റ്റഡീസ്, സെക്കൻഡ് സെമസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, തേർഡ് സെമ്മ് ഹ്യൂമൻ റൈറ്റ്, ഫോർത്ത് സെമ്മ് ജനറൽ സ്റ്റഡീസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെയൊക്കെ MCQ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇവിടെ ഇത് കൊടുത്തിട്ടുള്ള അതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ UG ഓഡിറ്റ് കോഴ്സ് 2024 നോട്ടിഫിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ MCQ അടിസ്ഥാനമാക്കിയിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ MCQ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 30 മാർക്ക് ആണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക്. അപ്പോൾ പരമാവധി സമയം 1 മണിക്കൂറാണ്. ഓൺലൈനായിട്ടാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ 30 മാർക്കിൽ എക്സാം നടക്കുമ്പോൾ 12 മാർക്ക് അഥവാ 40% വേണം. 12 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പരീക്ഷ പാസ്സാകും. അപ്പോൾ എക്സാമിൻ്റെ ഷെഡ്യൂളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പിന്നീട് SDEൻ്റെ സൈഡിൽ തന്നെ വരുന്നതായിരിക്കും. പിന്നെ പരീക്ഷയുടെ ഓൺലൈൻ ലിങ്ക് SDE വിഭാഗം വെബ്സൈറ്റിൽ UG ഓഡിറ്റ് കോഴ്സ് 2024 നോട്ടിഫിക്കേഷനിൽ ടൈം ടേബിളിൽ പരീക്ഷ തീയതി അതത് ടൈമിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. അപ്പോൾ ടൈം ടേബിൾ നോക്കുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറിൻ്റെ ഡേറ്റ് എന്നാണോ അല്ലെങ്കിൽ ആ കോഴ്സ് എന്താണോ എന്ന് നോക്കുക. ആ ടൈമിൽ ഓഡിറ്റ് കോഴ്സ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് സജ്ജരായിട്ടിരിക്കുക. ഓക്കെ, ഓരോ വിദ്യാർത്ഥിയും അവരവർക്കുള്ള അനുവദിച്ചിട്ടുള്ള ടൈമിൽ ഓൺലൈൻ ലിങ്കിൽ കയറിയിട്ട് പരീക്ഷ എഴുതേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് എക്സാം ഉണ്ടാവുക. MCQ സൈറ്റിലുണ്ടാകും, അതൊന്ന് നോക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സെമസ്റ്ററുകളിൽ UG ഓഡിറ്റ് കോഴ്സ് പരീക്ഷ പാസ്സായാൽ മാത്രമേ SDE വിദ്യാർത്ഥികൾക്ക് അവരുടെ ഡിഗ്രി കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടുകയുള്ളൂ. ആയതിനാൽ SDE വെബ്സൈറ്റിൽ UG ഓഡിറ്റ് കോഴ്സ് 2024 നോട്ടിഫിക്കേഷനിൽ ഉണ്ടാകും എങ്ങനെയാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് കണ്ട് പരീക്ഷ എഴുതാനുള്ള പരിശീലനമൊക്കെ നേടിയിട്ട് ഓഡിറ്റ് കോഴ്സ് എക്സാം വിജയകരമായി പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷ എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ പാസ്സാവാതിരിക്കുകയോ ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് ഇനി അടുത്ത വർഷ ബാച്ചിൻ്റെ ഇപ്പോൾ കൂടെയാണ് സപ്ലിമെൻ്ററി എക്സാം ആയിട്ടാണ് എഴുതാൻ പറ്റുള്ളൂ, ഇടയിൽ എഴുതാൻ പറ്റില്ല. അപ്പോൾ സാധാരണ എക്സാമിൻ്റെ അതേ ഒരു ഇമ്പോർട്ടൻസോട് കൂടിയിട്ട് ഇതിനെ കാണാം. പാസ്സായാൽ മതി, ഇതിൻ്റെ മാർക്കൊന്നും നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലൊന്നും വരില്ല. പക്ഷേ പാസ്സാവൽ കമ്പൽസറിയാണ്. പാസ്സായാൽ മാത്രമേ കൺസോളിഡേറ്റ് ഗ്രേഡ് കാർഡും മറ്റൊക്കെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ് മറക്കണ്ട, നിങ്ങളുടെ ഓർമ്മയിലുണ്ടായിരിക്കുക.